നമുക്ക് നമ്മളതായ രീതിയിൽ നോക്കിയാലോ. ഫിഫ റിഗഡല്ലേ, പക്ഷെ ഒന്നാമത്തെ ഇൻസിഡന്റ് പറയാം. മെസ്സി മെക്കലിസ്റ്ററിന് പാസ് കൊടുക്കുന്നു, മെക്കലിസ്റ്ററിന്റെ റിട്ടേൺ ബോൾ മെസ്സിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് മെക്കലിസ്റ്ററിനെ ധരിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എഴുന്നാനും പെനാൽറ്റി ബോക്സിൽ നിന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല, ആട് ഇടുന്നുണ്ട് പെനാൽറ്റി. എന്തേ, റിഗഡല്ലേ, മോങ്ങുന്നില്ലേ. ഇനി രണ്ടാമത്തത് പെരഡിസ് സെന്റർ സെക്കൻഡിന്റെ അടുത്തുനിന്ന് പാസ് കൊടുക്കുന്ന സമയം ഈജിപ്ഷ്യൻ പ്ലെയർ വന്നിട്ട് പെരഡിസിനെ ചവിട്ടുന്നത്, പെരഡിസ് അവിടെ വീഴുന്നു ചെയ്യുന്നുണ്ട്. കാർഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, റഫറി ഒന്നും നോക്കിയിട്ട് വരില്ല. എന്താ, മോങ്ങുന്നില്ലേ, ഫിഫ റിഗഡല്ലേ. ഇനി മൂന്നാമത്തെ ഇൻസിഡന്റ്, ഇവിടെ കറക്റ്റ് ആയിട്ട് ജൂലിയൻ ആൽവാരസിന്റെ കാലിന് ക്ലിയർ ആയിട്ട് ചവിട്ടുന്നുണ്ട്. അതായത് ബൂട്ട് വെച്ച് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ റഫറി കൊടുത്തിട്ടില്ല, അവിടെ ഫൗള് വരെ വിളിച്ചിട്ടില്ല. കാരണം പ്ലേ ഓൺ പറഞ്ഞ് അവിടെ കാർഡ് കൊടുക്കണ്ടേ. എന്താ, മോങ്ങുന്നില്ലേ. ഇനി എല്ലാം പൊട്ടി 7 മിനിറ്റ് എക്സ്ട്രാ ടൈം പറഞ്ഞേ, 7 മിനിറ്റ്. അതായത് അർജന്റീന ഗോൾ അടിച്ച് 2-ാം മിനിറ്റ് ഗോൾ അടിച്ച്, അതായത് എക്സ്ട്രാ ടൈമിൽ 2-ാം മിനിറ്റ് ഗോൾ അടിച്ച്, എന്നാലും 8-9 മിനിറ്റ് കളി നിർത്തണം. 11 മിനിറ്റ് വരെ നീട്ടിക്കൊണ്ട് പോയി ഈജിപ്തിന് ഗോൾ അടിക്കാൻ വേണ്ടിട്ട്. എടാ, പറയുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇങ്ങനെ കടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. സ്റ്റോറി മറ്റേ റീലൊക്കെ ഷെയർ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ. പിന്നെ നമുക്ക് നമ്മളതായ രീതിയിൽ നോക്കിയാലോ. ഫിഫ റിഗഡല്ലേ, പക്ഷെ ഒന്നാമത്തെ ഇൻസിഡന്റ് പറയാം. മെസ്സി മെക്കലിസ്റ്ററിന് പാസ് കൊടുക്കുന്നു, മെക്കലിസ്റ്ററിന്റെ റിട്ടേൺ ബോൾ മെസ്സിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് മെക്കലിസ്റ്ററിനെ ധരിച്ച് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എഴുന്നാനും പെനാൽറ്റി ബോക്സിൽ നിന്ന് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നില്ല, ആട് ഇടുന്നുണ്ട് പെനാൽറ്റി. എന്തേ, റിഗഡല്ലേ, മോങ്ങുന്നില്ലേ. ഇനി രണ്ടാമത്തത് പെരഡിസ് സെന്റർ സെക്കൻഡിന്റെ അടുത്തുനിന്ന് പാസ് കൊടുക്കുന്ന സമയം ഈജിപ്ഷ്യൻ പ്ലെയർ വന്നിട്ട് പെരഡിസിനെ ചവിട്ടുന്നത്, പെരഡിസ് അവിടെ വീഴുന്നു ചെയ്യുന്നുണ്ട്. കാർഡ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, റഫറി ഒന്നും നോക്കിയിട്ട് വരില്ല. എന്താ, മോങ്ങുന്നില്ലേ, ഫിഫ റിഗഡല്ലേ. ഇനി മൂന്നാമത്തെ ഇൻസിഡന്റ്, ഇവിടെ കറക്റ്റ് ആയിട്ട് ജൂലിയൻ ആൽവാരസിന്റെ കാലിന് ക്ലിയർ ആയിട്ട് ചവിട്ടുന്നുണ്ട്. അതായത് ബൂട്ട് വെച്ച് ചവിട്ടുന്നുണ്ട്. എന്നിട്ട് അവിടെ റഫറി കൊടുത്തിട്ടില്ല, അവിടെ ഫൗള് വരെ വിളിച്ചിട്ടില്ല. കാരണം പ്ലേ ഓൺ പറഞ്ഞ് അവിടെ കാർഡ് കൊടുക്കണ്ടേ. എന്താ, മോങ്ങുന്നില്ലേ. ഇനി എല്ലാം പൊട്ടി 7 മിനിറ്റ് എക്സ്ട്രാ ടൈം പറഞ്ഞേ, 7 മിനിറ്റ്. അതായത് അർജന്റീന ഗോൾ അടിച്ച് 2-ാം മിനിറ്റ് ഗോൾ അടിച്ച്, അതായത് എക്സ്ട്രാ ടൈമിൽ 2-ാം മിനിറ്റ് ഗോൾ അടിച്ച്, എന്നാലും 8-9 മിനിറ്റ് കളി നിർത്തണം. 11 മിനിറ്റ് വരെ നീട്ടിക്കൊണ്ട് പോയി ഈജിപ്തിന് ഗോൾ അടിക്കാൻ വേണ്ടിട്ട്. എടാ, പറയുന്നതിലൊക്കെ ഒരു അർത്ഥമുണ്ട്. ഇങ്ങനെ കടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. സ്റ്റോറി മറ്റേ റീലൊക്കെ ഷെയർ ചെയ്ത് എന്തിനാണ് ഇങ്ങനെ. പിന്നെ നമുക്ക് നമ്മളതായ രീതിയിൽ നോക്കിയാലോ.